ബിജെപി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രശാന്ത് ശിവനാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രശാന്ത്, എങ്ങനെയുണ്ട് ഇതുവരെയുള്ള പോളിംഗിന്റെ ഒരു ശതമാനത്തിന് കണക്കുകൾ? നല്ല രീതിയിലുള്ള പോളിംഗ് പാലക്കാട് മണ്ഡലത്തിൽ മുനിസിപ്പാലിറ്റിക്കകത്ത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നേരിയ തോതിൽ ആളുകൾ വരുന്നതിൽ ചെറിയ വീഴ്ചകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഉച്ചയ്ക്ക് ശേഷം ത്തോടുകൂടി ഒരു പോളിംഗ് ശതമാനം എന്നുള്ളത് നല്ല രീതിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഉച്ചവരെയുള്ളത് സ്വാഭാവികമായിട്ട് പാലക്കാടിൻ്റെ ചൂടും എല്ലാം അതിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പാലക്കാടിൻ്റെ ഒരു പാറ്റേൺ വൈകുന്നേരം ഒരു 4 മുതൽ 6 വരെയുള്ള സമയത്തിലാണ് സ്വാഭാവികമായിട്ട് ആളുകളുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവാറുള്ളത്. അത് മുൻകാല തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അത്രയും തന്നെ കാണാൻ സാധിക്കും നമുക്ക്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ രീതിയിൽ പാലക്കാട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. 2015-നേക്കാളും 20-നേക്കാൾ സീറ്റ് നിലയിൽ വലിയ രീതിയിൽ BJP മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കല്ലേക്കാട് ഒരു KSU പ്രവർത്തകന്റെ മർദ്ദിച്ച സംഭവത്തിൽ സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 5 BJP പ്രവർത്തകർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എങ്ങനെ കാണുന്നത്? ഇന്ന് പുലർച്ചെയാണ് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ അറിയുന്ന മാധ്യമങ്ങളോട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് വിഷയം എന്നുള്ളത് ഗൗരവപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നതാണ്. അതിനു മുൻപ് ഈ കാർ അർദ്ധരാത്രി BJP പ്രവർത്തകർ നിൽക്കുന്ന അവരുടെ ഇടയിലേക്ക് ഈ കാർ എന്തിനാണ് ഓടിച്ചു വന്നത്? അത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ്? ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടി വന്നതാണോ? ഇതൊക്കെ കൂടുതൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൂടുതൽ അതിനോട് ഞാൻ പ്രതികരിക്കും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. എങ്ങനെയാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്താൻ സാധ്യതയുള്ളത്? BJP തടയുമോ? ആ പ്രതീക്ഷ ആർക്കാണ്? മാധ്യമങ്ങൾക്കാണോ അതോ ജനങ്ങൾക്കാണോ? പിന്നെ വോട്ട് എന്നത് ഒരാളുടെ മൗലിക അവകാശമാണ്. അത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യുമോ അല്ലയോ എന്നതല്ല വിഷയം. ഇവിടെ അദ്ദേഹത്തിനെതിരായ പരാതികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ അതിജീവിത ശക്തമായി മുന്നോട്ട് വന്നു. രാഹുലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈബർ വെട്ടുകിളിക്കൂട്ടത്തിൻ്റെ ആക്രമണങ്ങളെ എല്ലാം കാറ്റിൽ പടത്തിക്കൊണ്ട് ആ അതിജീവിത അതിശക്തമായ രീതിയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയമുണ്ടായതിൻ്റെ അന്ന് വൈകുന്നേരം മുതൽ BJP ശക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെച്ചേ തീരൂ. രാജിവെക്കുന്നവരെ ശക്തമായ പ്രതിഷേധങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. നഗരസഭ അധ്യക്ഷ പങ്കെടുത്തില്ല, പരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യം അല്ല. അതിനെ സംബന്ധിച്ച് ഞാൻ പാർട്ടി കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിരുന്നു. ആ വിഷയത്തിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൊണ്ട് പാർട്ടിയുടെ നിലപാട് ആ വിഷയത്തിനകത്ത് പറഞ്ഞു കഴിഞ്ഞാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിഷയമേ ആവുന്നില്ല പാലക്കാട് തിരഞ്ഞെടുപ്പിൽ എന്നാണോ കരുതുന്നത്? പാലക്കാട് തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വ്യക്തി വിഷയമാവുന്നില്ലെന്നല്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഈ പാലക്കാട് വിഷയം തന്നെയാണ്. അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ പാലക്കാട്ടെ ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ 10-14 ദിവസങ്ങൾക്ക് മുൻപ്, 14 ദിവസം തോന്നുന്നുണ്ട് എനിക്കുന്നത്തേക്ക്, ഈ കണ്ണാടി പഞ്ചായത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്നാണ് അദ്ദേഹം സ്വിച്ചിട്ട പോലെ ഇവിടുന്ന് മുങ്ങിയത്. അപ്പോൾ അതെല്ലാം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം കയറി ഇറങ്ങിയ വീടുകളിലെ മറ്റു കോൺഗ്രസ് നേതാക്കന്മാർക്ക് കയറാൻ കഴിയാത്ത സാഹചര്യമുള്ള ആദ്യം വലിയ ആത്മവിശ്വാസം 38 ദിവസം ഈ മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നു. അതിനുശേഷം തിരിച്ച് ഈ മണ്ഡലത്തിൽ എത്തിയതിന് ശേഷം അദ്ദേഹം വലിയ രീതിയിലുള്ള എന്താ പറയുക ഒരു വെല്ലുവിളികളാണ് നടത്തിയിരുന്നത്. എനിക്കിവിടെ കാലുള്ളിടത്തോളം കാലം ഞാൻ UDF സ്ഥാനാർത്ഥികൾ കൊണ്ട് പ്രചരണത്തിന് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞു. പരാതി ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പരാതിയുമായി വന്ന സമയത്ത് അടുത്ത നിമിഷം ഇവിടുന്ന് മുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അദ്ദേഹത്തെ പിന്തുണച്ച കോൺഗ്രസ് നേതൃത്വത്തിനെതിരായും ഇത്തവണ പാലക്കാട്ടെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുമെന്ന കാര്യത്തിൽ സംശയമില്ല. BJPക്ക് ആത്മവിശ്വാസത്തിൽ യാതൊരുവിധ കുറവുമില്ല. നല്ല രീതിയിലുള്ള മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കും. 15-നേക്കാൾ 20-നേക്കാൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇത്തവണത്തെ ഈ 25-ലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഭരണം നിലനിർത്താമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. അഖിലോട്ട് പറയപ്പം CB അനുമോദ്, ന്യൂസ് 18.